ഈ ക്രിക്കറ്റിൽ ബൗളർമാർക്ക് ചില അനുവദിക്കപ്പെട്ട കൃത്രിമങ്ങൾ നടത്താറുണ്ട്. ചിലതൊക്കെ അനുവദനീയമല്ലാത്ത കൃത്രിമങ്ങൾ ബാൻ ചെയ്യപ്പെടുന്നത് വരെയുള്ള അവസ്ഥകളിൽ എത്തുന്നതുകൊണ്ട് ചിലർ വെറുതെ ബൗൺസ് ചെയ്യിപ്പിച്ച് വെറുതെ അതിന്റെ റഫ്നെസ് കൂട്ടുക. ഇനിയിപ്പം മൈക്കൽ ആദട്ടൻ ചെയ്ത പോലെ, അഫ്രീദി ചെയ്ത പോലെ കടിച്ച് വസീം അക്രത്തിനും യൂനിസിനും വരെ എതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ നല്ല കളിക്കാർ വരെ പന്ത് പലപ്പോഴും ടാമ്പർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട്. അതിലിപ്പം പുതിയൊരു സംഗതി വന്നത് ചിലപ്പോൾ കോവിഡിന് ശേഷമാണ് ശരിക്കും സലൈവ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം, തുപ്പൽ പ്രയോഗം പാടില്ല എന്ന് വന്നത്. അതിപ്പം ഇന്നലത്തോട് കൂടിയിട്ട് വീണ്ടും ഇപ്പം IPL അനുവദിച്ചിട്ടുണ്ട്. അതായത് വേർപ്പും തുപ്പലും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ എത്രമാത്രം ഈ ക്രിക്കറ്റ് ഇതിനകത്ത് എത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? അത് അല്ല, അത് ബോളർമാർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂൾ തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഈ റിവേഴ്സ് സ്വിങ് ഇല്ലാതെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഈ റിവേഴ്സ് സ്വിങ് എപ്പോഴാണ് തുടങ്ങുന്നത്? 1970-കളില് പാകിസ്ഥാൻ ബോളേഴ്സാണ് ഇമ്രാൻഖാൻ, സർഫറാസ് നവാസ് ഇവരാണ് തുടങ്ങി വെച്ചതിന്. അത് കഴിഞ്ഞിട്ടാണ് വസീം വക്കാറും അത് പഠിച്ചെടുക്കുന്നത്. അപ്പൊ ഇവര് സർഫറാസിന് ഒരു നഖം കുറച്ച് നീളത്തിൽ, അപ്പൊ ഇത് ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഷൈനി ചെയ്യണ പോലെ കാണിക്കുമ്പോ ഇത് ഒളിക്കണ പോലെ ഇങ്ങനെ നഖം വെച്ച് ഇങ്ങനെ ഇതാക്കണ്ട, ഒരു സൈഡ് റഫ് ആക്കാൻ വേണ്ടി. അതെ, ഒരു സൈഡ് ഷൈൻ ചെയ്തിട്ട് മറ്റേ സൈഡ് റഫ് ആയാലേ ഇത് റിവേഴ്സ് സ്വിങ് കിട്ടും. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇതായിരുന്നു ഇവരുടെ പരിപാടി. പിന്നെ പലപ്പോഴും അപ്പൊ ഈ 32 ക്യാമറയും അൾട്രാ സൂം ഇതൊന്നും ഇല്ല. അപ്പൊ ഇടയ്ക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് ഒക്കെ വരുമ്പോ ബോട്ടിൽ ക്യാപ്പ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ വെച്ച് ഉരയ്ക്കും. അതായിരുന്നു ഓരോ പരിപാടികൾ. പിന്നെ ഇപ്പൊ ഓസ്ട്രേലിയ 2018 ചെയ്ത പോലെ സാൻഡ് പേപ്പറിന്റെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അത് വെച്ച് ഒരു സൈഡ് റഫ് ആക്കുക. പലരും ഈ പോക്കറ്റിന്റെ ഇവിടെ സൈഡില് സിപ്പൊക്കെ വെച്ചിട്ട് ആ സിപ്പറിൽ സ്ക്രാച്ച് ഉരയ്ക്കും. അങ്ങനെ പല പരിപാടികളുണ്ട്. ഇപ്പൊ നമ്മള് കളിക്കാരോട് ചോദിച്ചാൽ പല കാര്യങ്ങളും ഇങ്ങനെ അവർ പ്രൈവറ്റ് ആയിട്ട് പറയും. ഇങ്ങനെ ഈ റിവേഴ്സ് സ്വിങ്ങിന്റെ പരിപാടി എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ കൺവെൻഷണൽ സ്വിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് ഔട്ട് സ്വിങ് ആണെങ്കിൽ ഇതാണ് 12 മണി, ഇതാ 11 മണി എന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും 11-ന്റെയും 12-ന്റെയും ഇടയ്ക്കാണ് ഔട്ട് സ്വിങ്ങിന് റിലീസ് ചെയ്യുക. 1 മണിക്ക് ഇൻ സ്വിങ്. അത് ബോൾ കുറച്ചൊന്ന് റഫായി, ഇപ്പോഴത്തെ കളിക്കാരൊക്കെ ഒരു 1990-ന് ശേഷം എല്ലാവരും ആദ്യത്തെ ഓവർ തൊട്ട് ഒരു സൈഡ് ഇങ്ങനെ ഷൈൻ ചെയ്യാൻ, ഒരു സൈഡ് മാത്രം. അത് അതിനായിട്ടുള്ള ചില കളിക്കാരുണ്ടായിരുന്നു ഈ ഷൈനിങ്ങിന് മാത്രം. അപ്പൊ ഒരു സൈഡ് ഇങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ ജോലിയാണ്. സാധാരണ മിഡ് ഓണിലോ മിഡ് ഓഫിലോ നിൽക്കണ ആളായിരിക്കും. അപ്പൊ അതിങ്ങനെ ഷൈൻ ചെയ്തിട്ടാണ് ബോളർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ ബോൾ കുറച്ച് പഴകി കഴിഞ്ഞ ഒരു സൈഡ് ഷൈനി ആണെങ്കിൽ ആ ഷൈനി സൈഡിന്റെ ഭാഗത്തേക്കാണ് ബോള് സ്വിങ് ചെയ്യുക. സാധാരണ അങ്ങനെയല്ല. സാധാരണ ഇപ്പൊ ഒരു ന്യൂ ബോൾ അല്ലെങ്കിൽ കുറച്ച് ഒരു 10 ഓവറൊക്കെ പഴക്കമുള്ള ബോളാണെങ്കിൽ ഈ സ്മൂത്ത് സൈഡിൽ ടർബുലൻസ് ഇല്ലാത്ത കാരണം എയറോഡൈനാമിക്സ് മറ്റേ സൈഡിലേക്കാണ് ഇതാണ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് പോവുക. റിവേഴ്സിൽ അങ്ങനെയല്ല. റിവേഴ്സിൽ ഇത് ഈ വെയിറ്റ് മാറ്റാണ്. നമ്മൾ ഈ നക്കി ഒരു സൈഡ് ഇത് സ്മൂത്ത് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ട് അപ്പൊ ആ ഷൈനി സൈഡിലേക്ക് തന്നെ ബോള് സ്വിങ് ചെയ്യും. അപ്പൊ അത് ലേറ്റ് സ്വിങ്ങും കൂടി ആകുമ്പോ കളിക്കാൻ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഇവിടുത്തെ പിച്ചിൽ വേറെ ഒരു ഗതിയില്ല. ഇപ്പൊ പാകിസ്ഥാൻ ആയാലും ഇന്ത്യ ആയാലും പ്രത്യേകിച്ച് T20 ODI ക്രിക്കറ്റിലൊക്കെ 6 കാണാനാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ പിച്ച് നല്ല റോഡ് പോലെ, ഒന്നും സംഭവിക്കില്ല അതില്. അപ്പൊ ഇവർക്ക് ഈ ബോളർമാർക്ക് ആകെ ഉള്ളത് ഇതാണ്. ജാഹിർ ഖാനൊക്കെ ഇതിന്റെ ഉസ്താദായിരുന്നു. ആദ്യം മനോജ് പ്രഭാകർ, ഇന്ത്യൻ ബോളേഴ്സിൽ വെച്ചിട്ട് മനോജ് പ്രഭാകറാണ് കപിലിന് വരെ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അങ്ങനെ ജാഹിർ ഖാനാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് ഇന്ത്യൻ റിവേഴ്സ് സ്വിംഗ് ബോളർ. ജാഹിറൊക്കെ ആദ്യത്തെ 5 ഓവർ തൊട്ട് തന്നെ ഇവരിങ്ങനെ ഒരു ബോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് ഇതെന്താ വെച്ചാൽ സ്റ്റാൻഡിലൊക്കെ പോയി ഇടിക്കുമ്പോ അല്ലെങ്കിൽ ത്രോ ചെയ്യുമ്പോ ഔട്ട്ഫീൽഡിൽ നിന്ന് എറിയുമ്പോ നേരിട്ട് കീപ്പർക്ക് എറിയരുത് എന്ന് പറയും. അത് 1-2 പ്രാവശ്യം നേരത്തെ. അതെ, അത് ആ ഒരു സൈഡ് കുറച്ചും കൂടി റഫ് ആക്കാൻ വേണ്ടി.
അപ്പൊ അങ്ങനെ പല പരിപാടികളും ഉണ്ട്. അപ്പൊ ഇത് ഈ പുതിയ റൂള് മാറ്റാൻ ഇവര് ആവശ്യപ്പെടാൻ കാരണം ഷമിയും ഇന്നലെ സിറാജും പറഞ്ഞിട്ടുണ്ട് ഇത് നന്നായി. എന്താ വെച്ചാൽ ഇത് T20 ആവുമ്പോ സാധാരണഗതിയിലത്തെ പോലത്തെ റിവേഴ്സ് സ്വിങ് കിട്ടാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ ബോള് പഴക്കം വരില്ല. 20 ഓവറിൽ എത്ര തന്നെ ഇതാവാൻ പറ്റും. അപ്പൊ സാധാരണ ഒരു 17-18 ഓവർ ആവാതെ ഒരിക്കലും നമുക്ക് റിവേഴ്സ് കിട്ടില്ല. ഇതെന്താ വെച്ചാൽ ഇത് ഒരു സൈഡ് ഇങ്ങനെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാല് അത് കുറച്ചൊരു വേരിയേഷൻ വരും. അത് അങ്ങനെയാണ് ഇംഗ്ലണ്ട് 2005 ആഷസ് ജയിച്ചത്. എല്ലാവരും ട്രോയ് കൂലി ബോളിംഗ് കോച്ച് വലിയ മഹാനാണ്. നാല് നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു. സൈമൺ ജോൺസ്, ഫ്ലിൻടോഫ്, ഹോഗാർഡ്, പിന്നെ മറ്റേ സ്റ്റീവ് ഹാംസൺ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സ്ലിപ്പിൽ നിൽക്കണ മാർക്കസ് ട്രെസ്കോത്തിക്ക് എല്ലാ സെഷനും പോക്കറ്റ് നിറയെ മറേ മിൻസ് എന്ന് പറഞ്ഞ സ്വീറ്റ് ഉണ്ട്. അത് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രെത്ത് ഫ്രഷ്നർ പോലെ കഴിക്കണ ഒരു സാധനം. ഈ മറേ മിൻസ് നിറയെ പഞ്ചസാര. അപ്പൊ അത് വായിൽ വെച്ചിട്ട് ഇങ്ങനെ തുപ്പല് ഇങ്ങനെ വിരലിലാക്കി ഇതാക്കി കഴിഞ്ഞാൽ അത് നല്ല ഷൈനി ആവുകയും ചെയ്യും, വെയിറ്റും കുറച്ച് കൂടും. പഞ്ചസാരയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം അവർക്ക് ഭയങ്കര ഓസ്ട്രേലിയക്ക് കിട്ടാത്ത റിവേഴ്സ് സ്വിങ് ഒക്കെ ഇംഗ്ലണ്ടിന് കിട്ടി. അങ്ങനെ ഫ്ലിൻടോഫ് ഒക്കെ ഓൾഡ് ബോൾ വെച്ച് ഭയങ്കര ഓരോ സ്പെല്ല് എറിഞ്ഞിരുന്നു ആ സീരീസിൽ. ശരിക്കും പറഞ്ഞാല് പിന്നെ ഇത് ക്രിക്കറ്റിന്റെ ഒരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ബോളിന് അത് കിട്ടാനുള്ള ഒരു സൗകര്യം, അങ്ങനെ ഒരു സാങ്കേതികത്വം ഇതിനകത്ത് പറയുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും ടാമ്പറിംഗ് അല്ല. ടാമ്പറിങ്ങിന്റെ ഡെഫിനിഷൻ എന്താ? ഇപ്പോഴത്തെ റൂൾസ് വെച്ച് എന്താന്ന് പുറമേ നിന്നുള്ള ഒരു വസ്തു വെച്ചിട്ട് ഇതില് അപ്പൊ അതിപ്പോ മണ്ണായാലും സാൻഡ് പേപ്പർ ആയാലും മറ്റേ കൊക്കക്കോള ബോട്ടിലിന്റെ ഇത് ക്യാപ്പായാലും അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ വേർപ്പോ തുപ്പലോ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ഇപ്പൊ പാൻസിൽ സിപ്പറോ അതിലൊന്നും ഉരയ്ക്കാൻ പാടില്ല എന്ന്. പക്ഷെ അതൊക്കെ ചെയ്യാറുണ്ട് കളിക്കാര്. അവർക്ക് പറ്റണ അത്രയും. ചിലപ്പോ ആരും നോക്കാത്തപ്പോ ബൂട്ട് വെച്ചിട്ട് തന്നെ മേതെ അറിയാതെ ഒന്ന് ചവിട്ടിന്ന് പോലെ ഒക്കെ ആക്കും. വൈറ്റ് പാൻസിന്റെ ഇവിടെ എങ്ങനെ കളർ ഉണ്ടാവുമല്ലോ എപ്പോഴും. അതെ, അത് ചുവന്ന ബോളാവും. പിന്നെ ഇതില് വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്വിങ് വരാൻ കാരണം ഇതിപ്പോ ബോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ശരിക്കുള്ളൊരു ഗോളല്ല. മറ്റേപ്പോ മറ്റേ ടേബിൾ ടെന്നീസ് ബോളോ മറ്റേ സ്നൂക്കർ ബോളൊക്കെ എടുത്താൽ അതൊരു പെർഫെക്റ്റ് ഗോളാണ്. ഇതല്ല. ഇത് ഈ സീം ഉള്ളത് കാരണം സാധ്യതകൾ പലതാ. അതെ. ഇപ്പൊ വസീം അക്രമിനോട് ചോദിച്ചാൽ തന്നെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ട് പലപ്പോഴും എനിക്ക് തന്നെ അറിയില്ല ബോൾ ഏത് വഴിയാ പോവാ. പക്ഷെ അത് ബോളിന്റെ നേച്ചർ അങ്ങനെയാണ്. നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ വേറെ നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ബോൾ പോകുന്നത്. അപ്പൊ അതാണ് അത് ക്രിക്കറ്റിന്റെ ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഒരു ബ്യൂട്ടിയാണ് അത്. അപ്പൊ ഇത് പിന്നെ ദിലീപ് പറയുന്നത് ഇത് പിന്നെ കളിയുടെ ഒരു സൗന്ദര്യമാണെന്നാണോ? അത് എനിക്ക് റിവേഴ്സ് സ്വിങ് കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം. എന്ന് വെച്ചാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിലത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു സൈറ്റ് ഈ സ്റ്റംപ്സ് ഷാറ്റേഡ് ആവുന്നത് ഒരു ഫാസ്റ്റ് ബോളർ വന്നിട്ട് എറിഞ്ഞിട്ട്. അപ്പൊ അത് കാണാൻ തീർച്ചയായിട്ടും. അതും ഇപ്പോഴത്തെ റൂൾസ് ക്രിക്കറ്റിലത്തെ ഏത് ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാലും എല്ലാ റൂളും ബാറ്റ്സ്മാൻ അനുകൂലമായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് എന്തെങ്കിലും തുപ്പലാണെങ്കിൽ തുപ്പൽ, അത് എന്തെങ്കിലും ഒരു അനുകൂലം കൊടുക്കണ്ടേ.